ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ കുറച്ച് വെണ്ടയ്ക്കയും ഒരു സവാളയും കൂടി കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1/2 സ്പൂണ് മുളക് പൊടിയും ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെണ്ടയ്ക്ക തട്ടി ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് ഇതൊന്ന് ആവി കയറുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചെടുക്കാം. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോൾ പലരും പറയുന്നൊരു കംപ്ലൈൻ്റാണ് വെണ്ടയ്ക്ക കുഴഞ്ഞു പോകും, എല്ലാം കൂടിയിട്ട് ഒട്ടിപ്പിടിക്കുമെന്നൊക്കെ. അത് നല്ലൊരു ടിപ്പാണ്. നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഒരുപാട് വേവില്ലല്ലോ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ നമ്മളിതുപോലെ തുറന്ന് വെച്ചിട്ടാണ് അതിന് ബാക്കി വേവിക്കേണ്ടത്. അപ്പോഴേക്കും അത് ഒട്ടിപ്പിടിക്കാതെ നല്ലതായിട്ട് കിട്ടും. നമുക്ക് നന്നായിട്ട് ആവിയൊക്കെ കയറിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ തുറന്ന് വച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശം റെഡിയായി വരുന്നുണ്ട്. കണ്ടോ, ഒട്ടും ഇത് ഒട്ടിപ്പിടിച്ചിട്ടില്ല. കുറച്ച് നേരം കൂടി ഇങ്ങനെ ചെറിയ തീയിൽ കിടക്കുകയാണെങ്കിൽ ആ നൂല് പോലത്തെ ആ ഒരു സംഭവമൊക്കെ മാറിക്കിട്ടും. നന്നായിട്ട് വെണ്ടയ്ക്ക മൊരിഞ്ഞ് വരികയും ചെയ്യും. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് റെഡിയായി. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടല്ലോ നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇതൊട്ടും ഒട്ടിയൊന്നും പിടിക്കുന്നില്ല, കണ്ടില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റൊക്കെ ചെയ്യൂ കേട്ടോ.